മലങ്കര സഭാ തർക്ക ഭരണം സംബന്ധിച്ച തൽസ്ഥിതി ഉത്തരവ് എല്ലാ പള്ളികൾക്കും ബാധകം. തൽസ്ഥിതി 6 പള്ളികളിൽ മാത്രം ബാധകമാക്കണമെന്ന ഓർത്തഡോക്സ് സഭയുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. കേസിൽ ചൊവ്വാഴ്ച പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവരികയാണ്. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലു, എല്ലാ പള്ളികൾക്കും നിലവിലെ സ്ഥിതി എന്തോ അത് ഒരുപോലെ തന്നെ ആയിരിക്കുമെന്നുള്ള ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. എങ്ങനെയാണ് കോടതിയുടെ നിരീക്ഷണം? അക്ഷയ, ഈ ചൊവ്വാഴ്ച സുപ്രീം കോടതി ഓർത്തഡോക്സ് യാക്കോബായ തർക്കവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവെയാണ് പരിഗണിച്ചുകൊണ്ട് പുറപ്പെടുവിച്ചിരുന്ന ഇടക്കാല ഉത്തരവിൻ്റെ പകർപ്പാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ഈ ഇടക്കാല ഉത്തരവിലാണ് ഈ മലങ്കര സഭയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും ഇപ്പോഴത്തെ തൽസ്ഥിതി ഭരണം സംബന്ധിച്ച തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ ഈ 6 പള്ളികൾക്ക് മാത്രമായിരിക്കണം ഈ തൽസ്ഥിതി ഉത്തരവ് ബാധകമാക്കേണ്ടതെന്നായിരുന്നു ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. കാരണം എറണാകുളം, പാലക്കാട് ജില്ലകളിലായുള്ള 6 പള്ളികളിലായിരുന്നു ഈ തർക്കമുണ്ടായിരുന്നത്. ആ പള്ളികളിൽ മാത്രമായിരിക്കണം തൽസ്ഥിതി പാടുള്ളൂ എന്നായിരുന്നു ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഉത്തരവിൻ്റെ പകർപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മലങ്കര സഭയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും ഈ തൽസ്ഥിതി തുടരാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 5 കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, ഈ കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ സഭ വിശ്വാസികളുടെ എണ്ണം അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ സബ് ഡിവിഷൻ അടിസ്ഥാനത്തിലുള്ള കണക്ക് കൈമാറണം എന്നാണ് ഈ സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ എല്ലാ പള്ളികളുടെയും ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭകളുടെ കീഴിലുള്ള പള്ളികൾ, ആ പള്ളികളുടെ ഭരണം നിലവിൽ ആർക്കാണ്, ആ പള്ളികളെ സംബന്ധിച്ചിടത്തോളം അവയിൽ തർക്കമുള്ള പള്ളികളുടെ പട്ടിക എങ്ങനെയാണ്, ആ പള്ളികളിൽ തർക്കമുള്ള പള്ളികളിൽ നിലവിൽ ആരാണ് ഭരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുടെ വിശദാംശങ്ങളും സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതിക്ക് കൈമാറുവാനാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ പള്ളികളിൽ തർക്കമുള്ള പള്ളികളിലെ ഇടവക വിശ്വാസികളുടെ ഇടവകങ്ങളുടെ വിശ്വാസങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും കൈമാറുവാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഏത് ഇടവക അംഗം ഏത് വിശ്വാസത്തിനോടൊപ്പമാണ്, ഏത് വിഭാഗത്തിനോടൊപ്പമാണ് എന്ന കാര്യം അറിയിക്കണമെന്നാണ് സംസ്ഥാനത്തിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഇടവക രജിസ്റ്റർ കൈമാറുവാൻ ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾക്കും സുപ്രീം കോടതി അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മുഴുവൻ മലങ്കര സഭയുടെ കീഴിലുള്ള ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുടെ പള്ളികളിൽ ഭരണം നിലവിൽ ആർക്കാണോ അവരിൽ തന്നെ ഭരണം നിലനിർത്തുവാനാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും കാരണവശാൽ സർക്കാരിന് ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ നിയമപരമായി സർക്കാരിന് ഇടപെടാമെന്നും സുപ്രീം കോടതി ഈ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജനുവരി അവസാനം ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ഈ തൽസ്ഥിതി ഉത്തരവ് തുടരണമെന്നാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്തും ഈ നിലവിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് അതുപോലെ തന്നെ തുടരണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്.